ഞാനിപ്പോ തുരുമ്പെടുത്ത് വീട്ടിലിരിക്കണ തത്ത. ഏയ് ബോറടി അത്ര രസമുള്ള പരിപാടിയൊന്നുമില്ല. ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്ക് തന്നെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ ബോറടിച്ചിരിക്കുക എന്നായിരിക്കും, പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ കാലത്ത്. ബോറടി ഒഴിവാക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നവരാണ് നമ്മൾ. സ്മാർട്ട് ഫോൺ പോലുള്ള ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ, പലരും ഉപയോഗിക്കുന്നത് തന്നെ ഇങ്ങനെ ബോറടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ബോറടി ഒഴിവാക്കുമ്പോൾ നമുക്കതിൽ നഷ്ടപ്പെടുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ബോറടിച്ചിരിക്കുമ്പോൾ തോമസ് ആൽവ എഡിസൺ തൻ്റെ ചാരു കസേരയിൽ പോയി കുറച്ചു നേരം വെറുതെ ഇരിക്കും. കയ്യിലൊരു താക്കോൽ കൂട്ടവും പിടിച്ചിട്ടുണ്ടാകും. ഈ ഇരിപ്പിൽ അദ്ദേഹം ഉറങ്ങിപ്പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലെ താക്കോൽ കൂട്ടം പതുക്കെ വഴുതി താഴെ വീഴുകയും ആ ശബ്ദം കേട്ട് അദ്ദേഹം ഉണരുകയും ചെയ്യും. എന്നാൽ ചാരു കസേരയിൽ നിന്ന് കഴിക്കുമ്പോൾ പുതിയ പല ഐഡിയാസുമായിട്ടായിരിക്കും അദ്ദേഹം കഴിക്കുക. തൻ്റെ പല കണ്ടുപിടുത്തങ്ങളുടെ ഐഡിയ അദ്ദേഹത്തിന് ഇങ്ങനെയാണ് ലഭിച്ചിരുന്നത് എന്നാണ് പുസ്തകങ്ങൾ പറയുന്നത്. ഒരിക്കലും ഒരു സൈക്കോളജിസ്റ്റ് കുറച്ചുപേര് ഓരോ മുറികളിലായിട്ട് ഒറ്റയ്ക്ക് അടച്ചിട്ടു. അവരുടെ മുമ്പിൽ തൊട്ടാൽ ഷോക്കടിക്കുന്ന ഒരു ബട്ടണും വെച്ചു. ഒന്നുകിൽ ആ മുറിയിൽ കുറച്ചു നേരം വെറുതെ ഇരിക്കുക, അല്ലെങ്കിൽ ബോറടി മാറ്റാനായിട്ട് ബട്ടൺ പ്രസ് ചെയ്ത് സ്വയം ഷോക്ക് ഏൽക്കുക. മുറിയിൽ കയറുന്നതിന് മുമ്പ് ഭൂരിഭാഗം പേരും പറഞ്ഞത് എത്ര നേരം വെറുതെ ഇരിക്കേണ്ടി വന്നാലും ബട്ടൺ തൊടുക പോലും ചെയ്യില്ലെന്നാണ്. എന്നാൽ ബട്ടൺ പ്രസ് ചെയ്തില്ലെങ്കിൽ അങ്ങോട്ട് പൈസ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പോലും 67% പുരുഷന്മാരും 25% സ്ത്രീകളും ആദ്യത്തെ 15 മിനിറ്റിൽ തന്നെ ബട്ടൺ പ്രസ് ചെയ്തു. കരണ്ട തൊട്ടാൽ സാധാരണ മനുഷ്യനെത്താൻ ഷാക്കടിക്കും. ഞാൻ നരസിംഹ, എന്നെ തൊട്ട കരണ്ടക്കേ ഷാക്കടിക്കും. പലർക്ക് ഷോക്ക് ഏൽക്കുന്ന നിങ്ങൾ കഷ്ടമായിരുന്നു കുറച്ചു നേരം വെറുതെ ഇരിക്കുക. സോ എന്താണ് ബോർഡം? 1852 തന്റെ ബ്ലീക്ക് ഹൗസ് എന്ന സീരീസിൽ ചാൾസ് ഡിക്കൻസ് ആണ് ആദ്യമായിട്ട് ബോർഡം എന്ന വാക്ക് കൊണ്ടുവന്നത്. നമുക്ക് ഒന്നും ചെയ്യാൻ ഇല്ലാത്ത അവസ്ഥയല്ല ബോർഡം എന്ന് വിളിക്കുന്നത്. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് ഒന്നും തന്നെ നമുക്ക് താല്പര്യമില്ലാത്ത അവസ്ഥയാണത്. ഒരുതരം ശൂന്യത നമ്മുടെ ചുറ്റും ഉള്ളതുപോലെ നമുക്ക് തോന്നാം. നമ്മൾ പുതുതായിട്ട് എക്സൈറ്റിംഗ് ആയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഡോപ്പമിൻ എന്നൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് അനുഭവപ്പെടുന്ന സന്തോഷം, എക്സൈറ്റ്മെന്റ് ഇതെല്ലാം ഡോപ്പമിന്റെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്നതാണ്. ഉദാഹരണത്തിന് നമ്മൾ വീഡിയോ ഗെയിംസ് കളിക്കുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഒക്കെ നമ്മുടെ ബ്രെയിൻ വലിയ തോതിൽ തന്നെ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നു. പഠനങ്ങൾ പറയുന്നത് തന്നെ ഡോപ്പമിൻ എന്ന ഹോർമോണാണ് അഡിക്ഷന് പ്രധാന പങ്ക് വഹിക്കുന്നത് എന്നാണ്. അതേപോലെ തന്നെ ഡോപ്പമിൻ ഉൽപ്പാദനം കുറയ്ക്കുന്ന പ്രവൃത്തികൾ സാധാരണയായി നമുക്ക് താല്പര്യമില്ലായ്മ ജനിപ്പിക്കുന്നു. ഇതിനുദാഹരണമാണ് പഠിക്കുക, വെറുതെ ഇരിക്കുക തുടങ്ങിയ പ്രവൃത്തികൾ. നമ്മൾ ഒരേ പ്രവൃത്തി തന്നെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രവൃത്തിയിൽ താല്പര്യമില്ലായ്മ ജനിക്കുന്നു. ഇതും ഡോപ്പമിൻ കുറയുന്നത് മൂലമാണ്. ഒരിക്കലും ഒരു സൈക്കോളജിസ്റ്റ് 2 ഗ്രൂപ്പ് ആൾക്കാരെ എടുത്തിട്ട് ആദ്യത്തെ ഗ്രൂപ്പുകാർക്ക് വീഡിയോ ഗെയിംസ് കളിക്കുക പോലെയുള്ള രസകരമായ ടാസ്കുകൾ കൊടുത്തു. രണ്ടാമത്തെ ഗ്രൂപ്പുകാർക്ക് കടല എണ്ണുക, ഫോൺ ബുക്ക് കാണാതെ പഠിക്കുക ഇങ്ങനെയുള്ള ബോറൻ ടാസ്കുകൾ കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് 2 ഗ്രൂപ്പുകാർക്ക് ക്രിയേറ്റീവായ ഒരു കാര്യം ചെയ്യാൻ കൊടുത്തപ്പോൾ ബോറിംഗ് ആയിട്ടുള്ള ടാസ്ക് ചെയ്തവരാണ് ഏറ്റവും നല്ല ക്രിയേറ്റീവ് ഐഡിയാസ് മുന്നോട്ട് വെച്ചത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ബോറടി നമ്മുടെ ക്രിയേറ്റിവിറ്റിയും മറ്റും എത്രത്തോളം ഉയർത്തുന്നുണ്ടെന്ന് ഈ പരീക്ഷണം കാണിച്ചു തരുന്നുണ്ട്. ക്രിയേറ്റിവിറ്റി മാത്രമല്ല, വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനും നമുക്ക് നല്ലൊരു ലക്ഷ്യബോധം ഉണ്ടാക്കാനും സാധിക്കുന്നു. 1665 ലണ്ടനിൽ വലിയൊരു പ്ലേഗ് ഉണ്ടാകുകയും ഐസക് ന്യൂട്ടൺ പഠിച്ചിരുന്ന ട്രിനിറ്റി കോളേജ് പൂട്ടുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ന്യൂട്ടന് നമ്മളെ പോലെ ലോക്ക്ഡൗണിലായി. പക്ഷേ ഈ ലോക്ക്ഡൗൺ കാലത്താണ് ന്യൂട്ടൺ തന്റെ ഏറ്റവും പ്രശസ്തമായ പല കണ്ടുപിടുത്തങ്ങൾ നടത്തിയത്.
ഒന്ന് മാറി ചിന്തിച്ചാൽ ന്യൂട്ടൻ്റെ കാലത്ത് മൊബൈൽ ഉണ്ടായിരുന്നെങ്കിലും അയർലൻഡിൽ നടത്തിയ പഠനങ്ങൾ പറയുന്നത് ബോറടിച്ചിരിക്കുന്ന വ്യക്തികൾ ബ്ലഡ് ഡൊണേഷൻ, ചാരിറ്റി ഒക്കെ പോലെയുള്ള സോഷ്യൽ പ്രവർത്തനങ്ങളിൽ ആക്റ്റീവായി പങ്കെടുക്കാൻ സാധ്യത കൂടുതലാണെന്നാണ്. മാത്രമല്ല, തോറ്റുപോകുമോ എന്ന ഭയം മാറ്റിവെച്ച് റിസ്ക് എടുക്കാൻ ബോറടി പലരെയും പ്രേരിപ്പിക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യുന്ന എക്സാമ്പിൾ ഇതിനൊരു ഉദാഹരണം മാത്രമാണ്. മാത്രമല്ല, നമ്മുടെ ഹൃദയം, കിഡ്നി തുടങ്ങിയ അവയവങ്ങൾ നിയന്ത്രിക്കുന്നത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം വഴിയാണ്. പഠനങ്ങൾ തെളിയിക്കുന്നത് ബോറടി ഈ നാഡികളെ ഉത്തേജിപ്പിക്കുന്നുണ്ട് എന്നാണ്. അതായത് ബോറടിച്ചിരിക്കുന്നത് നമുക്ക് ശാരീരികമായും മാനസികമായും ബൗദ്ധികമായും എല്ലാം വളരെ നല്ലൊരു കാര്യമാണ്. ഇതൊക്കെയാണെങ്കിലും അബദ്ധമായ ബോറടി അത്ര നല്ലതൊന്നുമല്ല. പക്ഷേ ദിവസത്തിൽ കിട്ടുന്ന 5 മിനിറ്റ് നേരം നമ്മുടെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുന്നതും വെറുതെ ഇരിക്കുന്നതും നമുക്ക് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കി തരുന്നു. അമിതമായ ബോറടി ഡിപ്രഷനിലേക്കും മറ്റു മാനസിക പ്രശ്നങ്ങളിലേക്കും നയിക്കും. എന്നാൽ ദിവസത്തിൽ കുറച്ചു നേരം വെറുതെ ഇരിക്കുക എന്നത് ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് നമുക്ക് അത്യാവശ്യമാണ്. ഏതൊരു ടെക്നോളജിയിലും അത് നമ്മെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ അത് നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥ അത് അത്ര നല്ലതൊന്നുമല്ല. അടുത്തവണ നിങ്ങൾ ബസ് കാത്ത് നിൽക്കുമ്പോഴോ 5 മിനിറ്റ് വെറുതെ നിൽക്കുമ്പോഴോ നിങ്ങളുടെ മൊബൈലിൻ്റെ പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കുക. ആ ചെറിയൊരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളെ തന്നെയും ഒരുപാട് മാറ്റുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് ഷോക്കേറ്റ് ബോറടി മാറ്റുന്ന ആൾക്കാരെ പോലെ തന്നെയാണ് നമ്മൾ. പക്ഷേ ഇവിടെ ഷോക്കേൽക്കുന്നത് നമ്മുടെ ജീവിതത്തിലാണെന്ന് മാത്രം. സ്ഥിരമായ ബോറടി ഒരു മുന്നറിയിപ്പ് കൂടെയാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സമയമായി എന്നുള്ള മുന്നറിയിപ്പ്.